റമദാൻ മാസമല്ലേ, വെറുതെ വർത്തമാനം പറയണ്ടെന്ന് വിചാരിച്ചതിന് ഞാൻ അത്താഴമുട്ടുകളെ പറ്റി കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് കോട്ടപ്പുറത്തുള്ള നമ്മളെ ചങ്ങാതി അബ്ദുൽ ലത്തീഫ് ഇർഫാനിൻ്റെ ഒരു കമൻറ്റ്, നഗാരം മുട്ടലല്ലേന്ന്. ബാങ്കിൻ്റെ സമയത്ത് നഗാരം അടിക്കണ പരിപാടി നമ്മളെ നാട്ടിൽ പണ്ടേ ഉള്ളതാണ്. മൈക്ക് സെറ്റ് വന്നതിന് ശേഷം പിന്നെ നഗാരടി നാഗൂരിൽ മാത്രമായി എന്നാണ് എൻ്റെ അറിവ്. അപൂർവമായി ചില പുരാതന പള്ളികളിലൊക്കെ നഗാര സൂക്ഷിച്ചതായിട്ടും അറിയാം. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിന് ഇന്തോനേഷ്യയിൽ കണ്ട കുറേ നഗാരകളുണ്ട്. ആ നഗാരകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇറങ്ങിപ്പോയ സ്ഥലങ്ങളിലെ ഒട്ടുമിക്ക പള്ളികളിലും വലിയ വലിയ നഗാരകൾ സൂക്ഷിച്ചതായിട്ട് കണ്ടു. നമ്മളെ നാട്ടിൽ പള്ളിക്കൽ ഉസ്താദിന് കിടന്നുറങ്ങാൻ ഉണ്ടാക്കുന്ന റൂമിനെക്കാട്ടിയും വലിപ്പമുണ്ട് അവിടെ നഗാര വെച്ചിരിക്കുന്ന സ്ഥലം. എല്ലാതൊന്നും വീഡിയോയും ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, എന്നാലും കിട്ടിയതൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നഗാര മുട്ടിയാൽ തന്നെ ഹലാക്കിൻ്റെ സൗണ്ടാണ്. അത് പോരാഞ്ഞിട്ട് മൈക്രോഫോണും കൊണ്ടുവച്ച് കണ്ട് മൈക്കിൽ കൂടി നഗാരം മുട്ടണ ഒച്ച കേൾപ്പിക്കുകയാണ് ഇന്തോനേഷ്യയിലുള്ള ആൾക്കാർ. നഗാരം മുട്ടാനുള്ള കോല് വെക്കുന്ന തിമ്പത്ത് പോലും ഭയങ്കര മനോഹരമായിട്ടും വളരെ കൗതുകകരമായിട്ടുമാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ പുതിയ ദേശീയപാത ഉണ്ടല്ലോ പണി നടന്നുകൊണ്ടിരിക്കണേ NH-66, അതിൻ്റെ പില്ലർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വണ്ണം കൂടിയ ജാതി ഇരുമ്പ് കമ്പി വളച്ചുകാണ്ട് കൊളുത്തുണ്ടാക്കിക്കാണ്ടാണ് ഈ നഗാര തൂക്കിയിട്ടിരിക്കുന്നത്. ഹയ്യാലസ്വല എന്നുള്ള കലിഗ്രഫി വളരെ മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്ന നഗാരയാണിത്. നഗരക്കാഴ്ചകളും നഗാരക്കാഴ്ചകളുമൊക്കെയായി ആ റമദാൻ അങ്ങനെ കഴിഞ്ഞുപോയി. പഴയ നോമ്പ് കാലത്തെ ഓർമ്മകളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല, ആരാണ് ചെയ്യണതൊന്നും അറിയില്ല. എന്നാലും അടുത്ത കാലത്ത് വരെ നമ്മൾ കേട്ടിരുന്ന ഒരു സംഭവം കൂടി പറയാം. വടപുറത്ത് ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് താളിപ്പൊയിൽ. മലപ്പുറം ജില്ലയിലെ അപൂർവം ചില ഹനഫി ജുമാ മസ്ജിദുകളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ താളിപ്പൊയിലാണ്. ഹനഫി പള്ളിയിൽ അസർ ബാങ്ക് കൊടുക്കണമെങ്കിൽ 5 മണിയാവും. ആ പള്ളിയിൽ ബാങ്ക് കേൾക്കുന്നതോടുകൂടി പിന്നെ നമുക്ക് നോമ്പ് തുറക്കണ ചിന്ത തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം മുതലേ ബാങ്കിന് ചൂട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വളരെ അകലെ നിന്ന് വെടി പൊട്ടുന്ന ശബ്ദം കേൾക്കുക. വീട്ടിലൊക്കെ ബാങ്ക് കൊടുത്താലും വെടി പൊട്ടിക്കഴിഞ്ഞിട്ടേ നോമ്പ് തുറക്കാനുള്ളൂ. ഗുണ്ട് പൊട്ടുക അല്ലെങ്കിൽ കദീന വെടി വെക്കുക എങ്ങനെയൊക്കെ പറയുന്ന ഈ ശബ്ദം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അത് എവിടെ നിന്നാണ് ആരാണ് ചെയ്യണതെന്ന് ഒരു നിശ്ചയം നമുക്കില്ല. അത്താഴ സമയത്തും ഇഫ്താറിൻ്റെ സമയത്തുമൊക്കെ ഇങ്ങനെ വെടി പൊട്ടിക്കുന്ന സമ്പ്രദായം പണ്ട് നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ആ സമ്പ്രദായം നിലവിലുണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഏതായാലും പഴയ കാലത്തെ ഓർമ്മകൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. 8ാമത്തെ നോമ്പ് നോറ്റ് വെള്ളിയാഴ്ച കടയിലിരിക്കുമ്പോഴാണ് പഴയ നഗാര പോലുള്ളൊരു ചെണ്ടയും വലിച്ചുകൊണ്ട് ചൈനീസ് ന്യൂ ഇയറിൻ്റെ, അതായത് ചീനപ്പെരുന്നാളിൻ്റെ പാട്ടപ്പിരിവിനിറങ്ങിയ ചൈനീസ് പയ്യൻസ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. ആ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹപൂർവം, ഫൈസൽ വടപുറം.